ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഈ വീട്ടിലുള്ളവര് എന്നിൽ നിന്ന് എന്തെങ്കിലും മറക്കുന്നുണ്ടോ? നിങ്ങൾക്ക് മാത്രമായിട്ട് എന്തെങ്കിലും രഹസ്യമുണ്ടോ യശോദേ? യശോദേ, ഞാൻ തന്നോടാ ചോദിച്ചത്. താങ്കൾ വിളിക്കാൻ ശ്രമിക്കുന്ന നമ്പർ ഇപ്പോൾ സ്വിച്ച് ഓഫ് ആണ്. മേഡം, ശ്യാമ രാധികയും കൊണ്ട് എവിടേക്കാ പോയത്? അത് കണ്ടെത്തിയോ സോണിയ? ഇല്ല മേഡം, ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുക. നാണോ ഇല്ലേ നിനക്കിതൊക്കെ പറയാം? ഞാൻ ഈ അവസ്ഥയിലായതോടെ എല്ലാം കഴിഞ്ഞു അല്ലേ? സത്യത്തിൽ ഞങ്ങൾക്ക് മാഡത്തിന്റെ അടുത്തുനിന്ന് മാറാൻ സമയം കിട്ടിയിട്ടില്ലെന്ന് വേണം പറയാൻ. ഓ, അപ്പോ നിന്റെയൊക്കെ സേവനം ഞാൻ പാടി പുകഴ്ത്തണോ അല്ലേ? നിന്റെയൊക്കെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിലേ ഈ സമയത്ത് അമ്മയെ മോളെ കണ്ടെത്തിയിരുന്നേനെ. പറ്റുമെങ്കിൽ തീർത്തിട്ടുണ്ടായേനെ. എന്റെ സ്വപ്നങ്ങളാ അമ്മയും മോളും കൂടെ തകർത്തത്. അമ്മയും മോളും ഒന്നിച്ച് ജീവിക്കാൻ പാടില്ല. കാലങ്ങൾക്ക് മുൻപ് ഞാൻ വേർപിരിച്ചത് എന്താണോ അത് അതുപോലെ തന്നെ തുടരണം. ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ ശ്യാമയും രാധികയും എവിടെയാണെന്ന് എനിക്ക് അറിയണം. ശ്യാമയുടെ വീട്ടിലോ മ്യൂസിക് സ്കൂളിന്റെ പരിസരത്തോ, അല്ലെങ്കിൽ മ്യൂസിക് സ്കൂളിന്റെ അകത്ത് തന്നെ. അതോ ഇല്ലെങ്കിൽ ശ്യാമയോട് ബന്ധമുള്ള ആരുടെയെങ്കിലും അടുത്ത് അവരുണ്ടാകും. ഇന്ന് തന്നെ കണ്ടെത്താം മേഡം. മാഡത്തിന് ഞങ്ങളെ വിശ്വസിക്കാം. എനിക്കിപ്പോ ആരെയും വിശ്വാസമില്ല. തിന്നുന്ന ചോറിന് കൂറില്ലാത്തവരെ എല്ലാവരും. എന്റെ ഈ അവസ്ഥയൊന്നും എനിക്ക് പ്രശ്നമല്ല. ഇറങ്ങേണ്ടി വന്നോ ഇതും വെച്ചോട്ട് ഞാൻ ഇറങ്ങും. മേഡം, മാഡം, 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 ഇടയ്ക്കിടയ്ക്ക് എന്റെ തല വെട്ടി പൊളിയുന്ന പോലെ എനിക്ക് തോന്നുക. ആ വേദന വന്നോണ്ടിരിക്കുക. സ്ട്രെയിൻ ചെയ്യാൻ പാടില്ലെന്ന് ഡോക്ടർ പറഞ്ഞിരുന്നു. എന്നിട്ട് എനിക്ക് വേണ്ട കാര്യങ്ങൾ അവന്മാര് ചെയ്തു തരുമോ? എന്ത് വേദന വേണമെങ്കിലും ഞാൻ സഹിക്കാം. പക്ഷേ എനിക്ക് എന്റെ ലക്ഷ്യത്തിലെത്താൻ വേണ്ടി ശ്യാമയും അവളുടെ മകളും ഈ ലോകത്തിലുണ്ടാവണ്ട. അങ്ങനൊരു അമ്മയുടെയും മകളുടെയും ചരിത്രം ഇനി ആരും അറിയണ്ട. തീർക്കണം. രണ്ടെണ്ണത്തിനെ എനിക്ക് തീർക്കണം. എന്താ വൈകിയത് ദേവേട്ട?
ക്ഷേത്ര കമ്മിറ്റിക്കാർ വന്നിരുന്നു. എന്തൊക്കെയോ സംസാരിച്ചു. എന്ത്? ക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണത്തെക്കുറിച്ചാണോ അതോ മറ്റെന്തെങ്കിലും ചടങ്ങുകളെ കുറിച്ചാണോ സംസാരിച്ചതെന്ന് എനിക്ക് ഓർമ്മയില്ല. ഓർമ്മയില്ലെന്നോ? ദേവേട്ടൻ എന്താ ഈ പറയുന്നത്? പനി വല്ലാണ്ട് കൂടിയോ? പനിയുടെ അല്ല, മനസ്സിലൊരു ചോദ്യം വല്ലാണ്ട് അങ്ങ് കിടക്കുന്നു യശോദേ. എന്താ? വെളുപ്പിന് സംഭവിച്ച വരുണിന്റെ വരവ്. ഭാര്യയുടെ ചേച്ചിക്ക് എന്തോ സംഭവിച്ചു എന്ന് കരുതി അന്വേഷിച്ചു വരാനുള്ള സ്വാതന്ത്ര്യമൊക്കെ അയാൾക്കുണ്ട്. പക്ഷെ അയാൾ വന്ന രീതി അതല്ല. ആണോ? ഈ വീട്ടിലുള്ളവര് എന്നിൽ നിന്ന് എന്തെങ്കിലും മറയ്ക്കുന്നുണ്ടോ? നിങ്ങൾക്ക് മാത്രമായിട്ട് എന്തെങ്കിലും രഹസ്യമുണ്ടോ യശോദേ? യശോദേ, ഞാൻ തന്നോടാ ചോദിച്ചത്. വരുൺ വെറുതെ വന്നു പോയതാണെന്ന് എന്നോട് പറയാൻ നിൽക്കരുത്. അല്ലാതെ നീ എന്താ ദേവ പറയിപ്പിക്കാൻ നിൽക്കുന്നേ? അല്ല, നിന്നിൽ നിന്ന് ഞങ്ങൾ എന്ത് രഹസ്യം മറച്ചു വെച്ചു എന്നാ? എന്തെങ്കിലും ഒരു കാര്യം മനസ്സിലെടുത്ത് വെക്കുക, എന്നിട്ട് അങ്ങോട്ട് കുറ്റം പറയാൻ തുടങ്ങുക. അതല്ലേ ഇപ്പൊ പറഞ്ഞോണ്ടിരിക്കുന്നേ. എന്നെ കൺമുമ്പിൽ കണ്ടുകൂടായെങ്കിൽ ഞാൻ അങ്ങ് പൊയ്ക്കോളാം. ഇങ്ങനെ ഉറങ്ങാതെ സ്വബോധം വിട്ടു നടക്കുന്നത് കാണുമ്പോ വേദനയുണ്ട്. ആരും എനിക്ക് വേണ്ടി വേദനിക്കണ്ടാമേ. അതിനൊക്കെ ഏറ്റവും ആദ്യം അവകാശമുള്ള ഒരാൾ ഇവിടെ ഉണ്ടായിരുന്നു, എന്റെ മോള്. അച്ഛനെ അവള് മനസ്സിലാക്കിയില്ലെങ്കിൽ പിന്നെ വേറെ ആരും മനസ്സിലാക്കുന്നതിൽ പ്രയോജനവുമില്ല. ദേവേട്ട, എനിക്ക് അവനെ ഒന്ന് വിശ്രമിക്കാൻ വിട ശോദേ. അല്ല, താൻ എന്താ പറഞ്ഞത്? താൻ എന്താ ഇപ്പൊ എന്നോട് പറഞ്ഞു വന്നത്? തനിക്കെന്തോ എന്നോട് പറയാനുണ്ടെന്നല്ലേ? അല്ല, കുടിക്കാൻ എന്തേലും എടുക്കണോന്ന് ചോദിക്കാൻ വന്നതാ. എന്തെങ്കിലും ഒളിക്കുന്നുണ്ടോന്ന് ഞാൻ ചോദിച്ചാ ഇല്ല. പക്ഷേ എത്ര നാൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒളിക്കാൻ പറ്റുമോ യശോദേ?